അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചാരത്തേക്ക് സ്വഹാബികൾ വന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം, റബ്ബുനാ ഖരീബ്, പ്രവാചക, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ സമീപസ്ഥനാണോ? ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ അടുത്തുണ്ടോ അതോ അകലെയാണോ? അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, യസ്അലൂനക അദാ റസൂലേ വഇദാ സഅലക ഇബാദി, എൻ്റെ അടിമകൾ നിന്നോട് എന്നെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്ക്, ഫഇന്നീ ഖരീബ്, ഞാൻ അവരുടെ സമീപത്താണ്, ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട്. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കാം. ഫലിയസ്തജീബൂ ലീ വലിയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. അതുകൊണ്ട് എന്നോട് പ്രാർത്ഥിച്ചോ, എന്നോട് ദുആ ചെയ്തോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ റബ്ബ് പറയുകയാണ്, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണേ, നിരാശ വേണ്ട, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. പലപ്പോഴും പറ്റിക്കപ്പെടുന്നത് എങ്ങനെയാ? ഒരുപാട് പാപം ചെയ്തവരല്ലേ, ധാരാളക്കണക്കിന് തിന്മ ചെയ്തവരല്ലേ. അതുകൊണ്ട് നമ്മൾ നേരിട്ട് പ്രാർത്ഥിച്ചാൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം തരികയില്ല. അതുകൊണ്ടൊരു സ്വാലിഹായ മനുഷ്യനെ, ഒരു ഔലിയയെ ഇടയാളനായി വെച്ചുകൊണ്ട് തവസ്സുൽ ചെയ്ത് റഹ്മാനായ റബ്ബിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ എത്തിക്കുക. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, നബിയെ പറഞ്ഞു കൊടുക്ക്. ആരോട് പറഞ്ഞു കൊടുക്ക്? യാ ഇബാദി, എൻ്റെ അടിമകളെ. അല്ല വിളിക്കുക, എന്താ വിളിച്ച്? കുരുത്തം കെട്ട അടിമകളെന്നല്ല. യാ ഇബാദി, എൻ്റെ അടിമകളെ. അതേ, എങ്ങനെയുള്ള അടിമകൾ? സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറിയ അടിമകളാണോ? അതേ, അള്ളാഹുവിൻ്റെ പള്ളികളിൽ സ്ഥിരം, അതേ ജീവിതത്തിൽ നിരന്തരമായി നന്മകൾ കൊണ്ട് ജീവിതത്തെ ചിലവഴിച്ച മനുഷ്യന്മാരാണോ? അല്ല. അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, ധാരാളക്കണക്കിന് തെറ്റുകൾ ചെയ്ത അടിമകളെ. അല്ല വിളിക്കുക, ധാരാളക്കണക്കിന് തെറ്റുകൾ ചെയ്ത അടിമകളെ. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശപ്പെടണ്ട. തീർച്ചയായും ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, നിങ്ങളുടെ എല്ലാ പാപവും ഞാൻ പുറത്തു തരാം. ഇങ്ങനെ അല്ല പറയുമ്പോൾ പ്രിയമുള്ളവരെ, വോയിസ് ഗ്രേഷ്യസ് എന്ന് പറഞ്ഞൊരു സുഡാനിലെ ഒരു നൈജീരിയയിലെ ഒരു ഖുതുബ ഞാൻ കേട്ടിട്ടുണ്ട്. ആരാണ് കാരുണ്യവാൻ? ഇത്രത്തോളം കാരുണ്യമുള്ള പടച്ചവനെ ഒഴിവാക്കിയിട്ട് പടപ്പിൻ്റെ അടുത്ത് പോകുമ്പോൾ അവന് നരകം ശാശ്വതമാക്കുകയല്ലാതെ പിന്നെ എന്താ അല്ല തരിക? അതുകൊണ്ട് സുഹൃത്തെ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഉറപ്പിക്കേണ്ട വിശ്വാസം അല്ലാഹു എന്ന വിശ്വാസമാണ്.